Hey guys and welcome back to Best Car Picks. കഴിഞ്ഞ വർഷം ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് വിൻഫാസ്റ്റ് അവരുടെ രണ്ട് പുതിയ വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച് VF6ഉം അതുപോലെ തന്നെ VF7ഉം രണ്ടും അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് വന്ന ആവശ്യത്തിന് പവർ ഉണ്ടായിരുന്നു, ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓൾറൗണ്ടറായിട്ട് അത്യാവശ്യം നല്ല വണ്ടികളാണ്. പക്ഷേ എന്നാൽ അതിനുശേഷം 6 മാസത്തിനുള്ളിൽ തന്നെ ഇവർ അടുത്ത ഒരു പുതിയ വാഹനം കൂടി ഇപ്പോൾ കാണിച്ചിരിക്കുകയാണ്. അതും വളരെ പെട്ടെന്നാണ്. കുറച്ച് കാലമായിട്ട് ഈ വണ്ടി ഇവർ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നിറക്കും എപ്പോൾ എങ്ങനെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അവർ ഈ വണ്ടി ഏപ്രിൽ 15 ലോഞ്ച് ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മീഡിയ റിവ്യൂസ് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 6 7 ഒക്കെ ആകുമ്പോഴേക്കും വരുമെന്ന്. വണ്ടി നമ്മുടെ വിൻഫാസ്റ്റിൻ്റെ പുതിയ VF MPV7 എന്ന് പറയുന്ന വണ്ടിയാണ്, ഓർ VF MPV എന്നും പറയാം. അതായത് ഇതിൻ്റെ പുറത്തുള്ള പേര് ലിമോ ഗ്രീൻ എന്നാണ്, പക്ഷേ ആ വണ്ടി ചിലപ്പോൾ ആ പേരിൽ ഇവിടെ നമുക്ക് ടാക്സി സെഗ്മെൻറ്റ് കിട്ടുമായിരിക്കും. ഈ വണ്ടി പാസഞ്ചർ കാറായിട്ടാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ പേരാണ് VF MPV എന്നുള്ളത്, ഓർ VF MPV7 ഓർ എന്താണെങ്കിലും അതാണ് ഇതിൻ്റെ പേര്. ആൻഡ് കാണുമ്പം കുറച്ചും കൂടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു ലുക്കായിട്ടാണ് എനിക്ക് ഈ വണ്ടി പേഴ്സണലി തോന്നിയത്. VF6 ഭയങ്കര ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിരുന്നു സൈസും ഡയമെൻഷൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ. VF7 കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷേ ഈ വണ്ടി കുറച്ചും കൂടെ ബോക്സി, കുറച്ചും കൂടെ SUV ടൈപ്പ് ഡിസൈനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ അത്യാവശ്യം രസമായിട്ട് തോന്നും. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ ആണെങ്കിലും ഭയങ്കര മിനിമലിസ്റ്റിക് ആണെങ്കിലും പ്രത്യേകിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. നമുക്ക് ടോപ്പ് പോർഷനിൽ DRL ഉണ്ട്, അവിടെ തന്നെ വിൻഫാസ്റ്റിൻ്റെ ലോഗോ അതിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് സിമിലർ ഡിസൈനാണ് എല്ലാത്തിനും. അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ മെയിൻ ഹെഡ് ലാംപ്സ് യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അതുപോലെ സൈഡിലേക്ക് വരികയാണെങ്കിലും ഫാൻസി ആയിട്ടുള്ള ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. നോർമൽ ORVMs ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ വീൽസ് ആണെങ്കിലും 19 ഇഞ്ച് വീൽസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതും അത്ര ഭയങ്കര ഫാൻസി ഡിസൈൻ ഒന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ബ്ലാക്ക് വീൽസാണ് വരുന്നത്, അതുകൊണ്ട് അവിടെയും അവരങ്ങനെ ഭയങ്കര ഡിസൈനർ എലമെൻ്റ് ആയിട്ടൊന്നും കൊടുക്കാൻ നോക്കിയിട്ടില്ല. ഈ വണ്ടി ഡിസൈനിലും കൂടുതൽ ആക്ച്വലി ഫങ്ഷണലായിട്ടാണ് അവർ ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഡയമെൻഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഈ വണ്ടിക്ക് നല്ല സൈസ് ഉണ്ട്. 4740 മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് കിട്ടാവുന്ന ഇപ്പോൾ ഹാരിയറിനേക്കാളൊക്കെ ലെങ്ത്ത് കൂടുതലാണ് ഈ വണ്ടി. BYD E-Max ലെങ്ത്ത് കൂടുതലാണ്. വിട്ടും 1870 മീറ്റേഴ്സിൻ്റെ മുകളിലായിട്ട് വരുന്നത്. ഹൈറ്റും 1.7 മീറ്റേഴ്സിന് മുകളിലായിട്ടാണ് വരുന്നത്. വീൽ ബേസ് അതാണ് ഏറ്റവും കൂടുതൽ, 2840 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. സോ അഗെയിൻ അവർ സ്പേസ് ആണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. സൈസും അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാം. റിയർ ഡിസൈനും നമുക്ക് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എല്ലാ അതിൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ലൊരു ബോക്സി ആയിട്ടുള്ള പ്രൊഫൈലാണ്, കാരണം 7 സീറ്റർ വാഹനമാണ്. ബാക്കിലത്തെ തേർഡ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഹെഡ് റൂം കൂടുതൽ കിട്ടണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ബോക്സി ലൈക്ക് ഡിസൈൻ തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് ഒരുമാതിരി കാണാൻ കൊള്ളില്ലാത്ത പോലെ തോന്നാത്ത രീതിയിൽ അവർ നല്ലൊരു സ്പോയിലർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാംപ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് നമുക്ക് ആ ഒരു ബ്ലാക്ക് എലമെൻ്റൊക്കെ നടുവിൽ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരിക്കലും ഇത് കാണാൻ എന്താ പോലെയാണല്ലോ, ഒരു 7 സീറ്റർ വണ്ടി വെറുതെ ഇറക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ തോന്നാത്ത പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് എയർ കർട്ടൻസ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷനാണല്ലോ അതൊന്നും എനിക്കറിയില്ല, മിക്കവാറും ആയിരിക്കില്ല. ഇനി ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് എനിക്ക് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാമായിരുന്നു എന്ന് പേഴ്സണലി തോന്നിയത്. കാരണം ഇത് വളരെ ബേസിക് ആയിട്ടാണ് ഇവർ വണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് VF6 VF7 പിന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനെ പറയാൻ മാത്രം പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. നടുവിലൊരു 10.1 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്റർ ഒന്നും ഇല്ല. HDയുടെ കാര്യം ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. അത് മിക്കവാറും നമുക്ക് ഏപ്രിൽ 6 ഒക്കെ ആകുമ്പോഴേക്കും അറിയാൻ സാധിക്കേണ്ടതാണ്. ഏപ്രിൽ 15 ഇതിൻ്റെ പ്രൈസാണ് മെയിനായിട്ട് അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നടുവിലത്തെ സ്ക്രീനില്ലാതെ ഇതിലിപ്പോൾ പറയാൻ ഇലക്ട്രോണിക് പാർക്കിംഗ് കൂടെ ഉണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, പിന്നെ മാനുവൽ ഡേ നൈറ്റ് IRVMs, ഓട്ടോ AC അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇല്ല. അതിപ്പോൾ നമ്മൾ BYD E-Max എടുക്കുകയാണെങ്കിലും അതിൻ്റെ കേസ് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് ഇപ്പോൾ പുതിയ വണ്ടിയിൽ ഫീൽ ചെയ്യും. പണ്ട് E6 ആയിരുന്ന സമയത്ത് ഭയങ്കര ബേസിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് അധികം ആൾക്കാർ വാങ്ങാൻ തരുന്നത്. ഇപ്പോൾ E-Max ആയപ്പം പിന്നെയും ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി എനിവേ ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് വരുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ട് ഭയങ്കര സിമ്പിളാണ്. ഇനി സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ അതായത് മൊത്തത്തിൽ ലെതർ സീറ്റ്സ് അപ്പോൾസ്റ്ററി ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന എല്ലാം മാനുവലാണ്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ആൻഡ് ഈ വാഹനത്തിന് നമുക്ക് പ്രത്യേകിച്ച് സൺറൂഫോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അഗെയിൻ അതും ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിപ്പോയി. നമുക്ക് ഇന്ത്യക്കാർക്ക് സൺറൂഫ് വളരെ ഇഷ്ടമാണ്. അവർ VF6 VF7 രണ്ടിനും സൺറൂഫായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഗ്ലാസ് റൂഫേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അവർ പ്രീമിയം ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റോ സീറ്റ്സ് നമുക്ക് ടമ്പിൾ ഡൗൺ ചെയ്യാൻ പറ്റും. 60-40 സ്പ്ലിറ്റ് റേഷ്യോ വരുന്നുണ്ട്, അതുകൊണ്ട് തേർഡ് റോയിലേക്ക് ആക്സസ് വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് എല്ലാ 3 റോയിലും AC വെൻസ് ഇൻഡിവിജ്വലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ USB Type A Type C എല്ലാ പോർട്സും അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ റോ ആണെങ്കിലും ആവശ്യത്തിനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ റോസിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല ചാർജിങ് പോയിൻറ്റ്സ് AC വെൻസ് എല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇത് 7 സീറ്റർ കൺഫിഗറേഷനിൽ മാത്രമേ വരുന്നുള്ളൂ. 6 സീറ്റർ കൺഫിഗറേഷൻ നടുവിൽ ക്യാപ്റ്റൻ സീറ്റ്സ്
വരുന്നൊരു കൺഫിഗറേഷൻ അവർ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരുമായിരിക്കും. എന്തായാലും ഇപ്പം നിലവിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. ഇനി പവർ ടൺ ഓപ്ഷൻസിൻ്റെ കേസൊക്കെ എടുക്കാം. ഈ വണ്ടി പിന്നെ അവർ അഗെയിൻ 7 സീറ്ററാണ്, പ്രാക്ടിക്കലാണ്, അങ്ങനത്തെ കേസൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീലറുടെ കൺഫിഗറേഷൻ മാത്രമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 61 kWh സൈസുള്ള ബാറ്ററി പാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ക്ലെയിംഡ് റേഞ്ച് 500 കിലോമീറ്റേഴ്സിനടുത്തായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ റിയൽ ലൈഫ് നമുക്ക് ഏകദേശം ഒരു 400 കിലോമീറ്റേഴ്സിന് മുകളിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. 60 kWh എന്ന് പറയുന്നത് അത്ര വലിയ സൈസുള്ളൊരു ബാറ്ററി അല്ല. അതുകൊണ്ട് 400 കിലോമീറ്റേഴ്സാണ് നമുക്ക് റെസ്പെക്റ്റബിൾ ഫിഗറായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ B6 XEV9 ഇതിൻ്റെയൊക്കെ XEV9S ആയാലും എല്ലാത്തിൻ്റെയും എൻട്രി ലെവലിൽ നമുക്ക് 59 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. ഏറ്റവും കൂടിയ റേഞ്ചിലാണ് 79 kWh ബാറ്ററി പാക്ക് വരെ കിട്ടുന്നത്. അതിനൊക്കെയാണ് ആൾക്കാർ 500 കിലോമീറ്റേഴ്സ് റേഞ്ച് പറയാറുള്ളത്. സോ ഈ വണ്ടിക്ക് 500 ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ 400 കിട്ടിയാലും വലിയ കുഴപ്പമില്ല. ഇനി പവർ ഫിഗേഴ്സ് ആണെങ്കിലും 201 bhpയും അതുപോലെ 280 Nm ടോർക്കുമാണ് ഈ വണ്ടി ജനറേറ്റ് ചെയ്യുന്നത്. അഗൈൻ അതും അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഭയങ്കര ഔട്ട്റൈറ്റ് പെർഫോമൻസ് ഒന്നും അല്ല അവർ ഈ വണ്ടിയിൽ നിന്ന് അഗൈൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞ് മടുത്തു. സോ നമുക്ക് 0 to 100 ഏകദേശം ഒരു 10 സെക്കൻഡ്സിനടുത്തായിട്ടൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് അല്ല, പക്ഷേ വളരെ സ്ലോ അല്ല. ഇതൊരു 7 സീറ്റർ വാഹനമാണ്. ആൻഡ് ആവശ്യത്തിനുള്ള പവറാണ് ഇവരിതിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ വണ്ടികളുടെ പവറിലും കൂടുതൽ വേണ്ടത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചും അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള പവറുമാണ്. ഈ തൊട്ടാപ്പ് തെറിച്ചു പോകുന്ന പോലത്തെ പവർ ഇങ്ങനത്തെ വണ്ടികളുടെ ആ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ കുറച്ച് താഴത്തേക്കാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ വണ്ടികളും അവരുടെ ഒരു ഈ മറ്റേ പവറിൻ്റെ ഒരു ട്യൂണിങ് ഇച്ചിരി കൂടെ കൺസർവേറ്റീവായിട്ട് വെക്കുന്നത്. ടാറ്റയുടെ പുതിയ ഇലക്ട്രിക് വണ്ടികളാണെങ്കിലും നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ അടിച്ച് കയറി പോകുന്നുണ്ട് ഇപ്പോൾ പവറിൽ വരുന്നത്. കുറച്ച് ലീനിയറായിട്ട് ഒരേ ഫ്ലോയിൽ പോകുന്ന പോലത്തെ പവറാണ് വരുന്നത്. മഹീന്ദ്രയുടെ പക്ഷേ ട്യൂണിങ് അങ്ങനെയല്ല, അത് കുറച്ചും കൂടെ അബ്രപ്റ്റ് ആണ്. വിൻഫാസ്റ്റിൻ്റെയും VF6 VF7 ഇതിൻ്റെ രണ്ടിൻ്റെയും ട്യൂണിങ് ഭയങ്കര അബ്രപ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീൽ സ്പിൻസ് വരും. ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പെട്ടെന്ന് അവർ അടിച്ച് കയറി വരുന്ന പോലത്തെ പവറാണ് കിട്ടുന്നത്. എനിവേ ഈ വണ്ടിയുടെ നമുക്ക് കുറേ സ്പൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ടെസ്റ്റിംഗ് തുടങ്ങിയതും ഏകദേശം ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ വണ്ടി അവർ വളരെ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് നമ്മുടെ ഈ വണ്ടി റിവീൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും അവർ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്തെന്ന വണ്ടി ചാർജ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ലീക്ക് ഡിമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയിൽ എന്തായാലും ബാക്കി കമ്പനികളൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന ബാറ്ററി ആസ് എ സർവീസിൻ്റെ പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്ന് വിൻഫാസ്റ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതായത് ബേസിക്കലി ഇത് ഒരു ബാറ്ററിക്ക് വേണ്ടി സെപ്പറേറ്റ് EMI കൊടുക്കുന്ന പോലത്തെ പരിപാടിയാണല്ലോ. പക്ഷേ സ്റ്റാർട്ടിംഗ് പ്രൈസ് കമ്പനികൾക്ക് കുറച്ച് കാണിക്കാൻ പറ്റും, അതാണ് സംഭവം. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ വണ്ടിയിൽ വരില്ല. ചിലപ്പം അടുത്ത വണ്ടി അല്ലെങ്കിൽ അടുത്ത വണ്ടിയിലേക്ക് ആകുമ്പോഴേക്കും അത് വരുമായിരിക്കും. ബാക്കി വണ്ടികളിലും അങ്ങനത്തെ ഒരു വണ്ടിയിൽ വരികയാണെങ്കിൽ ബാക്കി എല്ലാത്തിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇനി ഇതൊന്നും അല്ലാതെ വിൻഫാസ്റ്റിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് മുതൽ ഇവിടെ എത്തും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ബസ്സുകളും അവരിവിടെ കൊണ്ടുവരുന്നതിനെ പറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ വണ്ടിയുടെ തന്നെ ഒരു ഫ്ലീറ്റ് അല്ലെങ്കിൽ ടാക്സി വേർഷൻസ് ആയിട്ട് ലിമോ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വാഹനം വരുന്നതായിരിക്കും. സോ ഇത്രയും ഓപ്ഷൻസ് അവർക്കിനി പ്രൊവൈഡ് ചെയ്യാനുണ്ട്. എനിവേ ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.